ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിത്യജീവന്റെ മൊഴികൾ എന്ന വചന പരമ്പരയിൽ അടിയൻ വന്ന് പ്രസംഗിക്കുവാൻ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇതിന് അവസരം തന്ന എല്ലാ അഡ്മിന്മാരോടുമുള്ള നന്ദിയെ ഈ തരുണത്തിൽ അറിയിക്കുന്നു. അതുപോലെ ഞങ്ങൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സപ്പിലും ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മൾ പ്രധാനമായും ചിന്തിച്ചത് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നുമായിരുന്നു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ നിന്നായിരുന്നല്ലോ. അവിടെ നമ്മൾ സ്വർണ്ണയിലെ സഭയുടെ ദൂതൻ എഴുതുക എന്നുള്ള ഭാഗമായിരുന്നല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അവിടെ നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്, അവസാനമായി വായിച്ചുകൊണ്ടിരുന്നത് എന്താണ്? അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞൊരു കാര്യം, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്നാൽ, ജയിക്കുന്നവന് 2-ാം മരണത്തിൽ എന്ത് വരത്തില്ല? ദോഷം വരികയില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പെർഗമോസിലെ സഭയിലെ ദൂതന് എഴുതുക എന്നുള്ള ഭാഗമാണ്. അത് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ വായിക്കുന്നത്, അല്ലെ? നമ്മള് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്നാൽ, ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിശ്വാസികളുടെയും അതുപോലെ തന്നെ നിരീശ്വരവാദികളുടെയും ഒക്കെ ചെവി ദൈവവചനത്തിന് വേണ്ടി തുറക്കുകയില്ല. അതല്ലേ പറയുന്നത്? ദൈവവചനത്തിന് വേണ്ടി തുറക്കാത്തവൻ എന്ത് ചെയ്യത്തില്ല? അവരുടെ ചെവി തുറക്കുകയില്ല. ഈ പറയുന്ന ദൈവവചനത്തിലെ സത്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് അവരുടെ ചെവി തുറക്കത്തില്ല. കാരണം അവർക്ക് നരകവാതിലുകളിലേക്കുള്ള വഴികൾ തുറന്നു കിടക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. ഏതൊരു നിരീശ്വരവാദിയാണെങ്കിലും ഏത് അവിശ്വാസിയാണെങ്കിലും അവർക്ക് നരകം കാത്തു കിടക്കുന്നു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഇത് അവർക്ക് കേൾക്കാൻ ചെവിയില്ല, ഇത് അവരുടെ തലയിൽ കയറുന്നില്ല, അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർ എന്ത് ചെയ്തേക്കുവാണ്? അവർക്ക് നരകവാതിൽ ഒരുങ്ങിക്കിടക്കുകയാണ് എന്നുള്ള ഒരു സത്യം അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്, അല്ലെ? പെർഗമോസിലെ സഭയുടെ ദൂതന് എഴുതുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പെർഗമോസ് എന്ന് പറയുമ്പോൾ, അഥവാ പെർഗമം എന്ന് പറയുമ്പോൾ എഫെസോസിന് ഏകദേശം 160 കിലോമീറ്റർ വടക്കായി സ്ഥിതി ചെയ്യുന്ന അക്കാലത്തെ ഒരു പ്രസിദ്ധ പട്ടണമായിരുന്നു പെർഗമോസ്, അല്ലെ? സ്മിർനയെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പം അവിടെ എഫെസോസിന് ഏകദേശം 60 കിലോമീറ്റർ വടക്കായി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു പട്ടണമാണ് സ്മിർന എന്നും, ഇത് തുർക്കിയിലെ ഇസ്മീർ എന്നതാണത് എന്ന് അറിയപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് അതിനെക്കുറിച്ച് കാണുവാനായിട്ട് സാധിച്ചത്. അപ്പൊ പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക, അവിടെ ഒരു വലിയൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, മൂർച്ചയേറിയ ഇരുവായ തല വാൾ. അപ്പോ മൂർച്ചയുള്ള ഇരുവായ തലവാൾ. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആ ഒരു സംബോധന നമ്മൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടിരുന്നു. ആ ഒരു പ്രസ്താവന, അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ചതാണ്, അല്ലെ? അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ തലയുള്ള വാൾ പുറപ്പെടുന്നു, അവന്റെ മുഖം സൂര്യന് ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം 2 സൂര്യനെ പോലെ പ്രകാശിക്കുന്ന മുഖങ്ങളുള്ള ദൈവങ്ങൾ നമുക്കുണ്ടോ? ഇല്ല. ഒരു ദൈവമേ നമുക്കുള്ളൂ. മനസ്സിലാക്കണം, യേശുക്രിസ്തു വെളിപ്പാട് നൽകി എന്നുള്ളതാണ് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ കഴിയുന്ന ഒരു സത്യം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ 2 മുഖത്ത് വെളിച്ചം പ്രകാശം അടിക്കുന്ന 2 ദൈവങ്ങൾ നമുക്കുണ്ടോ? ഇല്ല, അല്ലെ? അവിടെ എഴുതിയിരിക്കുന്നത് അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു എന്ന് പറയുന്നു. അപ്പം പിതാവിനും പുത്രനും അങ്ങനെ പ്രകാശമുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ തന്നെ എന്തൊക്കെയോ വിഷയങ്ങളുണ്ട് നമുക്ക് മനസ്സിലാക്കും. കാരണം ഏക ദൈവമേ നമുക്കുള്ളൂ. ആ ദൈവം മനുഷ്യനായി തീർന്നതാണ് യേശു ക്രിസ്തു എന്നുള്ളതിൽ യാതൊരു സംശയവും അക്കാര്യത്തിൽ നമുക്ക് ഉണ്ടാവാൻ പാടുകയില്ല. അത് ഉണ്ടായാൽ, കാരണം 2 പേരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ രക്ഷയെ ബാധിക്കും. കാരണം ഏക ദൈവത്തെ മാത്രമേ ദൈവവചനം വെളിപ്പെടുത്തുന്നുള്ളൂ. ദൈവവചനം ഏക ദൈവത്തെ മാത്രമേ പറയുന്നുള്ളൂ. ചില ആളുകൾ പറയുന്ന പോലെ ദൈവങ്ങൾ സൃഷ്ടിച്ചു എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. പക്ഷേ
അങ്ങനെ ഒരു വാക്കോ അങ്ങനെ ഒരു വചനമോ നമുക്ക് ഒരിടത്തും കാണാനില്ല. ദൈവങ്ങൾ, അപ്പോ തൃത്വക്കാർക്കെല്ലാം ദൈവങ്ങളാണ് സൃഷ്ടിച്ചത് എന്നുള്ളതാണ് തൃത്വക്കാരുടെ അഭിപ്രായം എന്ന് പറയുന്നത്, അല്ലെ? ഒന്നാമത്തെ ആള് രണ്ടാമത്തെ ആളോട് ആലോചിച്ച്, രണ്ടാമത്തെ ആൾ മൂന്നാമത്തെ ആളോട് ആലോചിച്ചാണ് തന്റെ പ്രവൃത്തികൾ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ ദൈവവചനം എന്താണ് പറയുന്നത്? ഏകനായി നിന്ന് മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമെന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, പ്രിയ സഹോദരങ്ങളെ. അപ്പോ യുവായത്തല വാളുള്ളവൻ അരുളി ചെയ്യുന്നത് എന്താണ്? നീ എവിടെ പാർക്കുന്നു എന്ന് അത് സാത്താന്റെ സിംഹാസനമുള്ളിടം എന്ന് ഞാൻ അറിയുന്നു, അല്ലേ? അപ്പം വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മള് ഇത് പറയുമ്പോൾ തന്നെ അവിടെ പറഞ്ഞിരിക്കുകയാണ് സാത്താന്റെ സിംഹാസനമുള്ളിടം എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എവിടാണ് സാത്താന്റെ സിംഹാസനം എന്ന് പറയുമ്പോൾ നരകത്തിലല്ല. സാത്താന്റെ സിംഹാസനം എവിടെയാ? ഭൂമിയിലാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ 12-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. 12:31 വാക്യത്തിൽ വായിക്കുന്ന എങ്ങനെയാണ്? ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു, ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും എന്ന് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. 14:30 നമ്മൾ വായിക്കുന്നു. യോഹന്നാൻ 14:30 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 30-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കുകയില്ല, ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യവുമില്ല എന്ന് അവിടെ പറയുന്നു. അപ്പം ലോകത്തിന് ഒരു പ്രഭു ഉണ്ട് എന്നാണ് കർത്താവായ യേശു ക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയെ വേളയിൽ പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പൊ ലോകത്തിന് ഒരു പ്രഭു ഉണ്ട്, അല്ലേ? അപ്പൊ ആ പ്രഭുവിന്റെ സിംഹാസനം എവിടെയാണ്? ഭൂമിയിൽ തന്നെയാണ്. പ്രസ്തുത നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് ഭൂമിയിൽ തന്നെയാണ് എന്നുള്ള ഒരു സത്യം അവിടെ കാണാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. 2 കൊരിന്ത്യർ 4:4 നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്. 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ എന്താണ്? ദൈവപ്രതിമയായ ക്രിസ്തു, അല്ലേ? അപ്പൊ ദൈവപ്രതിമ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടിനെയാണ് അത് കാണിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ പ്രതിമ എന്ന് പറയുമ്പോൾ ജഡത്തിലുള്ള ആ വെളിപ്പെടൽ, ആ ഒരു പ്രത്യക്ഷത, അതിനെയാണ് പ്രതിമ എന്നുള്ള വാക്കുകൊണ്ട് അവിടെ വീക്ഷിക്കുന്നത്. നമ്മൾ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ, ഇൻ ഹും ദ ഗോഡ് ഓഫ് ദിസ് വേൾഡ് ഹാത്ത് ബ്ലൈൻഡഡ് ദ മൈൻഡ് ഓഫ് ദം വിച്ച് ബിലീവ് നോട്ട്, ലെസ്റ്റ് ദ ലൈറ്റ് ഓഫ് ദ ഗ്ലോറിയസ് ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ് ഹൂ ഈസ് ദ ഇമേജ് ഓഫ് ഗോഡ് ഷുഡ് ഷൈൻ അൺടു ദം എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കുന്നു, പ്രിയ സഹോദരങ്ങളെ. എന്താണ്? ദൈവപ്രതിമ, അല്ലെ? ദൈവപ്രതിമ, ദ ഇമേജ്, അല്ലെ? ഹു ഈസ് ദ ഇമേജ് ഓഫ് ദ ഗോഡ് ഷുഡ് ഷൈൻ അൺടു ദം എന്നാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. എഫേസ്യർ 6:12 നമ്മൾ വായിക്കുന്നു. എഫേസ്യരൊക്കെ എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ 12-ാമത്തെ വാക്യത്തിൽ കാണുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. ഇപ്പൊ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഫോർ വി wrestle not against the flesh and blood but against the principalities, against powers, against the rulers of the darkness of this world, against spiritual wickedness high places എന്നാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അപ്പൊ 1 പത്രോസ് 5:8 നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? 1 പത്രോസ് 5:8. 1 പത്രോസ് 5:8.
5:8 നമ്മൾ കാണുന്ന എങ്ങനെയാണ്? നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വീഴ്ത്തേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ഈ ഭൂമിയിൽ തന്നെ അവൻ ചുറ്റി നടക്കുകയാണ് അവന്റെ ആളുകളെ തിരയാൻ വേണ്ടി, അല്ലെ? ചെവിയുള്ളവൻ കേൾക്കാതിരിക്കാനായിട്ട് അവരുടെ ചെവികളെയും അവരുടെ മനസ്സുകളെയും അവൻ എന്ത് ചെയ്ത് വെച്ചിരിക്കുന്നു? തടഞ്ഞു വെച്ചിരിക്കുന്നു. അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അലർന്ന സിംഹം പോലെ, എന്താണ് എന്ന പോലെ ആരെ വിഴുങ്ങണം എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ചുറ്റി നടക്കുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ബി സോബർ, be vigilant, because your adversary the devil as a roaring lion walks about the seeking whom he may devour എന്ന് അവിടെ വായിക്കുന്നു. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? പിശാച് ആരെയും വിഴുങ്ങാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്. ആരെയൊക്കെ അവന്റെ രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ, അവന്റെ നരക രാജ്യത്തിലേക്ക് കൊണ്ടുപോകുവാനായിട്ടുള്ള പരിശ്രമങ്ങൾ അവൻ എല്ലാ കാലത്തും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്ന പ്രിയ സഹോദരങ്ങളെ. അപ്പോ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് ദൈവവചനത്തിലൂടെ കർത്താവായ യേശുക്രിസ്തു നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുന്നത്, അല്ലെ? ഇപ്പോ പെർഗമോസിലെ സഭയോട് ചോദിച്ച കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഈ സഭകളോടെല്ലാം ദൈവം എന്ത് ചെയ്യുന്നു? ഉണർന്നിരിപ്പാൻ പറയുന്നു. എന്തുകൊണ്ടാണ് ഉണർന്നിരിക്കേണ്ടത്? പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നത് കൊണ്ടാണ്, അല്ലേ, എല്ലാവരോടും ഉണർന്നിരിപ്പാൻ കർത്താവായ യേശുക്രിസ്തു പറയുന്നത്, അല്ലേ? അപ്പോ കർത്താവായ യേശുക്രിസ്തുവിന്റെ രാജ്യം വരുമ്പോ പോകാൻ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യണം? അതിനുവേണ്ടി ഒരുങ്ങണം, അല്ലെ? ഈ ലോകത്തിന്റെ ചിന്തകളോ അല്ലെങ്കിൽ അലറുന്ന സിംഹം എന്ന് പറയുന്ന പിശാചിന്റെ തന്ത്രങ്ങളെ വിജയിക്കുവാൻ കഴിയണം. കാരണം അവന്റെ തന്ത്രങ്ങളിൽ വീണ് പോയെങ്കിൽ പിന്നെ നിങ്ങൾ എന്തായി മാറും? സത്യത്തെ ത്യജിക്കുന്നവരായി മാറും. സത്യത്തിനെ ത്യജിച്ചിട്ട് അസത്യത്തിന്റെ പുറകെ പോകുന്നവർ ആയിത്തീരുമെന്നുള്ള കാര്യം വളരെ സംശയമില്ലാതെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് പ്രിയ സഹോദരങ്ങളെ. അപ്പോ നമ്മൾ വായിച്ചത് എന്താണ്? എവിടെ പാർക്കുന്നു എന്ന്? അത് സാത്താന്റെ സിംഹാസനം ഉള്ളത് സ്ഥലം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിനെക്കുറിച്ചൊരു ചരിത്രം നമ്മൾ മനസ്സിലാക്കുമ്പോ പെർഗമോസ് ആസ്ഥാനമാക്കി തന്റെ പ്രവർത്തനം എന്ത് ചെയ്തു? കേന്ദ്രീകരിച്ചിരുന്നു. ഇന്ന് മറ്റെവിടെയോ അത് ഉണ്ടെന്നുള്ളതിൽ സംശയമില്ല. പെർഗമോസിന് ആദ്യകാലത്ത് ഉണ്ടായിരുന്ന പ്രൗഢി മുഴുവൻ എന്ത് ചെയ്തു? നഷ്ടമായിരുന്നു. കാരണം റോമൻ സമ്പ്രദായത്തിന്റെ ചക്രവർത്തി ആരാധിക്കുന്ന ആസിയയിലെ ആരാധന കേന്ദ്രമായിരുന്നു അന്ന് അതെന്നാണ് ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. റോമും എരുശലേമും എന്നിവിടങ്ങളിൽ നിന്നും തുല്യ ദൂരമുള്ളതും, അതായത് ഏഷ്യ മൈനർ, മക്കതോനിയ, ഗ്രീസ് എന്നിവിടങ്ങളിൽ പൗലോസ് അപ്പോസ്തലനും കൂട്ടരും സ്ഥാപിച്ച സഭകൾക്ക് വളരെ അടുത്തും 1-ാം നൂറ്റാണ്ടിൽ ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തിയുടെ കേന്ദ്രസ്ഥാനത്തിന് വളരെ അടുത്തുമായിരുന്നു ഇതെന്ന് ഇതിനെക്കുറിച്ച് പരാമർശിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോ അതിന്റെ അടുത്ത വാക്യത്തിൽ പറയാം, സിംഹാസനമുള്ളിടത്തെന്ന് ഞാൻ അറിയുന്നു, നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. ആരുടെ നാമം? യേശുക്രിസ്തുവിന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു, അല്ലെ? വേറെ ആരുടെയും നാമമാണ്? രക്ഷിക്കുവാൻ തന്ന ആ നാമം, അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ആ നാമം ഏതാണ്? യേശുക്രിസ്തുവിന്റെ നാമമാണ്. അല്ലാതെ തോന്നിയ നാമങ്ങളിലല്ല അവരിരിക്കുന്നത്. തൃത്വനാമമല്ല അവരെടുത്തത്, ത്രിയേക നാമമല്ല അവരെടുത്തത്, അല്ലെ? 3 ദൈവങ്ങളുടെ നാമത്തിലല്ല അവര് എന്ത് ചെയ്തത്? 3 ദൈവങ്ങളുടെ നാമത്തിലാണോ? 3 ദൈവങ്ങളെ ആണോ അവർ മുറുകെ പിടിച്ചിരുന്നത്? എന്റെ നാമം എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടും ഇവിടുത്തെ തൃത്തക്കാർ പഠിപ്പിക്കുമ്പോൾ പറയും 3 പേരുണ്ട്, അവരെ 3 പേരെ നമ്മൾ അംഗീകരിക്കണം. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? യേശുക്രിസ്തുവിന്റെ നാമത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ. അപ്പൊ സാത്താനിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം മുറുകെ പിടിക്കണം. നിനക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ആരുടെ നാമം? യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് നമുക്ക് രക്ഷപ്പെടാൻ രക്ഷയുള്ളൂ. വേറെ എന്തും രക്ഷയില്ല.
തൃത്വനാമത്തിലാണ് രക്ഷ എന്നും ത്രിയേകനാമത്തിൽ ചൊല്ലിയാലും തൃത്വനാമത്തിൽ ചൊല്ലി എന്ന് പറഞ്ഞാലും നിനക്ക് രക്ഷയില്ല. യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് അവന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അവനെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിച്ചുകൊണ്ട് ജീവിക്കുന്ന ദൈവ മക്കൾക്ക് മാത്രമേ രക്ഷ കടന്നു വരത്തുള്ളൂ. അതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. അല്ലേ? ചൊല്ലുത്തു ഒന്നും ചൊല്ലിയിട്ട് ഒരു കാര്യവുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവും നാഥനുമായി സ്വീകരിച്ച് അവന്റെ നാമത്തിൽ സ്നാനമേക്കണം. സ്നാനമേക്കാതെ ഒരുത്തനും ഈ ഭൂമിയിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തു വരുമ്പോ എടുക്കുമെന്ന് ഓരോരുത്തരും ധരിക്കേണ്ട എന്നുള്ള കാര്യം വളരെ വ്യക്തമായി ഈ വചനത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നു എന്നുള്ളതാണ്. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു, നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. ആരുടെ? അല്ലേ? അവിടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി, എന്നിലുള്ള വിശ്വാസം ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസമാണോ അത് തൃത്വ ദൈവത്തിലുള്ള വിശ്വാസമാണോ അവിടെ പറഞ്ഞിരിക്കുന്നത്? എന്റെ അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ അല്ലേ കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ് പ്രിയ സഹോദരങ്ങളെ. അത് വിട്ടുകളയുന്നവനൊന്നും ഒരു കാലത്തും രക്ഷപ്പെടുകയില്ല എന്ന് ഓർപ്പിച്ചു കൊള്ളട്ടെ എന്ന് ഇവിടെ നമുക്ക് അടിവരയിട്ട് പറയുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അല്ലേ? അവിടെ നമ്മൾ ഒന്നും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ. അപ്പോൾ ഒരു വിശ്വസ്തൻ പറയുന്നു, ഒരു സാക്ഷി. അപ്പൊ യേശു ക്രിസ്തുവിനെ വേണ്ടി സാക്ഷിയായി നിന്നവനും വിശ്വസ്തനായിട്ട് നിന്നതും. അല്ലേ? അപ്പോ 1:5 നമ്മൾ വായിക്കുന്ന വെളിപ്പാട് പുസ്തകം 1:5 നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൽ നിന്നാണ് നിങ്ങൾക്ക് കൃപയും സമാധാനവും. ആ നാമത്തിലാണ് നിങ്ങൾക്ക് കൃപയും സമാധാനവും ലഭിക്കുന്നത്. അല്ലേ? രണ്ടാമത്തെ വ്യക്തിയിൽ നിന്നല്ല നിങ്ങൾക്ക് കൃപയും സമാധാനവും ലഭിക്കുന്നത് എന്ന് മണ്ടത്തരം ആരോടും വിളിച്ചു പറയരുത്. കാരണം ദൈവമേകനാണ്. ആ ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടായ ക്രിസ്തു എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ആ ദൈവത്തിൽ നിന്ന് തന്നെയാണ് നമുക്ക് സമാധാനം ലഭിക്കുന്നത്. കാരണം ആ നാമം എന്താണ്? ദൈവത്തിലേക്കുള്ള ഏക വഴിയാണ്, ഏക മാർഗമാണ് ആ യേശു ക്രിസ്തുവിന്റെ നാമം. അല്ലേ? ആ നാമം ദൈവം നമുക്ക് മനുഷ്യനായി വെളിപ്പെട്ട് തന്നത് എന്തിനാണ്? ആ ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകാനുള്ള വഴി നമുക്ക് തുറന്നു തന്നിരിക്കുകയാണ് ആ നാമത്തിലൂടെ, മനുഷ്യനായി വെളിപ്പെട്ടതിലൂടെ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഒരു സത്യം എന്ന് പറയുന്നത്. എന്താണ്? അവനിൽ പ്രവർത്തിച്ച് അവനെ അങ്ങനെയാക്കി തീർത്ത വിശ്വസ്ത സാക്ഷി ക്രിസ്തുവായിരുന്നു. അപ്പൊ യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വിശ്വസ്ത സാക്ഷിയാകാൻ പറ്റുകയില്ല. തൃത്വത്തിന്റെ വിശ്വസ്ത സാക്ഷിയാകാനായിട്ട് കഴിയുമോ? ത്രിയേകത്തിന്റെ വിശ്വസ്ത സാക്ഷിയാകാൻ അങ്ങനെയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ വിശ്വസ്ത സാക്ഷിയാകുവാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് തന്നെയാണ്. അല്ലേ? അപ്പോ അന്ത്യപ്പാസിനെ കൊന്ന കാലത്ത് പോലും ഈ അന്ത്യപ്പാസ് ആരാണ്? ആസിയയിലെ പ്രവിശ്യയിൽ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ആദ്യം രക്തസാക്ഷിയായവരിൽ ഒരുവനായിരുന്നു ഈ അന്ത്യപ്പാസ് എന്ന് പറയുന്ന ആള്. അതായത് സാത്താൻ പെർഗമോസിലെ സഭയെ പീഡനം കൊണ്ട് നശിപ്പിക്കുവാൻ എന്ത് ചെയ്തു? ശ്രമിച്ചിരുന്ന സമയത്ത് കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയായി തീർന്നു എന്നുള്ളതാണ് അന്ത്യപ്പാസിനെ കുറിച്ച് അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ചരിത്രം എന്ന് പറയുന്നത്. അപ്പൊ അന്ത്യപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. അപ്പം വിശ്വാസം എന്ത് ചെയ്തിട്ടില്ല? നിഷേധിച്ചിട്ടില്ല. വിശ്വാസം നിഷേധിച്ചിട്ടില്ല. ക്രിസ്തു നിഷേധികളുടെ ആസ്ഥാനമായിരുന്ന ആ സ്ഥലത്ത് അവർ ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഏറ്റു പറയുന്നത് തുടർന്നിരുന്നു എന്നുള്ളതാണ്. അല്ലേ? എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6:10 നമ്മൾ വായിക്കുന്നു. എഫേസ്യർ 6:10. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. ഫൈനലി മൈ ബ്രദർ, ബി സ്ട്രോങ് ഇൻ ദ ലോർഡ് ആൻഡ് ഇൻ ദ പവർ ഓഫ് ഹിസ് മൈറ്റ്.
അപ്പൊ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ് അവിടെ, കർത്താവിൽ അല്ലെ, യേശു കർത്താവിലാണ് നിങ്ങൾ എന്ത് ചെയ്യണം, ശക്തിപ്പെടേണ്ടത്, അല്ലാതെ വേറൊന്നിനുമല്ല. ത്രിയേകത്തിലും തൃത്വത്തിലുമല്ല നിങ്ങൾ ശക്തിപ്പെടേണ്ടത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവർ ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി പറയുന്നവരായിരുന്നു എന്നുള്ളതാണ് അവരെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സത്യം എന്ന് പറയുന്നത്. എങ്കിലും നിന്നെ കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയുവാനുണ്ട് എന്നുള്ളതാണ് അവിടെ പറയുന്നത്, അല്ലെ. ഇതിനു മുമ്പ് മറ്റൊരു സഭയെ കുറിച്ച് പറഞ്ഞപ്പോഴും ഇതേ കാര്യം തന്നെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞല്ലേ. നമ്മള് ഏത് സഭയെ കുറിച്ച് പറഞ്ഞപ്പോഴാണത്? എഫെസോസിലെ സഭയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇതേ കാര്യം തന്നെ അവിടെ പറയുന്നു. അതിന്റെ 2:4 പറയുന്നു, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. അപ്പൊ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട സഭയായിരുന്നു എഫെസോസിലെ സഭയെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോസ്തലനായ പൗലോസാണ് അവരെ അവിടെ ചെന്ന് സ്നാനപ്പെടുത്തിയത്, അല്ലെ. യോഹന്നാന്റെ സ്നാനമായിരുന്നു അവര് കഴിച്ചിരുന്നു എന്നുള്ള കാര്യവും നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. പക്ഷെ അവർക്കും കുറ്റമുണ്ട്, ഇവർക്കും കുറ്റമുണ്ട്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമം മുറുകെ പിടിച്ചിരുന്ന ഇവർക്കും എന്തോ കുറ്റമുണ്ട്. അതെന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇനി മുന്നോട്ട് പഠിക്കുകയാണ്. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയുവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്പാൻ ബാലാക്കിന് ഉപദേശം കൊടുത്ത ബിലെയാമിന്റെ ഉപദേശം പിടിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എങ്കിലും നിന്നെ കുറിച്ച് കുറഞ്ഞ ഒരു കുറ്റം പറയുവാനുണ്ട്. കർത്താവ് യേശു ക്രിസ്തുവിന് ഒരു കുറ്റം പറയുവാനുണ്ട്. എന്താണ്? തന്റെ ജനത്തിൽ താൻ കാണുന്ന നന്മയെ കുറിച്ചായിരിക്കും ക്രിസ്തു ആദ്യം എന്തിനെ കുറിച്ച് അഭിപ്രായപ്പെടുന്നത്. അതായത് അതിനുശേഷം മാത്രമേ ഉള്ളൂ അവരുടെ പരാജയങ്ങൾ കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ, അല്ലെ. നല്ല കാര്യം പറഞ്ഞു, നീ എനിക്ക് വേണ്ടി നാമം മുറുകെ പിടിച്ചു, എന്റെ നാമം നീ മുറുകെ പിടിച്ചതാണ്, സാക്ഷിയാണ്, വിശ്വസ്തനാണ് എന്നെല്ലാം പറഞ്ഞിട്ട് കുറ്റവും കൂടി പറഞ്ഞു. എന്താണ് അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടത്, ദുർനടപ്പ് ആചരിക്കേണ്ടത് അവരുടെ മുമ്പിൽ ഇടച്ച വെപ്പാൻ ബാലാക്കിന്. എന്താണ് ഈ ബാലാക്ക്? നമ്മള് സംഖ്യാപുസ്തകം വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നു. സംഖ്യാപുസ്തകം 22-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. ഇരുപത്തിരണ്ടാം അധ്യായം 1 മുതൽ 6. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ട് യെരിഹോവിന്റെ സമീപത്ത് യോർദാനക്കരെ മോവാബ് സമഭൂമിയിൽ പാളയമിറങ്ങി. ഇസ്രായേൽ അമോര്യരോട് ചെയ്തതൊക്കെയും സിപ്പോരിന്റെ മകനെ ബാലാഖ് അറിഞ്ഞു. അപ്പൊ ആരാണ് ഈ ബാലാഖ്? അവിടെ പറഞ്ഞിരിക്കുന്നത് സിപ്പോരിന്റെ മകനായ ബാലാഖ് എന്ന് അവിടെ പറയുന്നു. അപ്പൊ ജനരം അവിടെ നമ്മൾ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ജനം വളരെ ഉണ്ടായിരുന്നുകൊണ്ട് മോവാബ് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കളെ കുറിച്ച് മോവാബ് പരിഭ്രമിച്ചു. മോവാബ് മിദ്യാന്യ മൂപ്പന്മാരോട് കാള വയലിലെ പുല്ല് കളയുന്നത് പോലെ ഈ കൂട്ടം നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരെയും നക്കിക്കളയുമെന്ന് പറഞ്ഞു. അക്കാലത്ത് മോവാബ് രാജാവ് സിപ്പോരിന്റെ മകനായ ബാലാഖായിരുന്നു. അവൻ ആരായിരുന്നു എന്നാണ് പറയുന്നത്? അക്കാലത്ത് മോവാബ് രാജാവ് സിപ്പോരിന്റെ മകനായ ബാലാഖായിരുന്നു എന്ന് പറയുന്നു. 5-ാം വാക്യത്തിൽ അവൻ പറയുന്നു, അവൻ ബെയോരിന്റെ മകനായ ബിലെയാമിനെ വിളിപ്പാൻ അവൻ സ്വജാതിക്കാരുടെ ദേശത്ത് നദീതീരത്തുള്ള പെദോരിലേക്ക് ദൂതന്മാരെ അയച്ചു. ഒരു ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്ന് ഭൂതലത്തെ മൂടിയിരിക്കുന്നു. അവർ എനിക്കെതിരെ പാർക്കുന്നു. നീ വന്ന് എനിക്ക് വേണ്ടി ഈ ജനത്തെ ശപിക്കണമേ. അവർ എന്നേക്കാൾ ഏറ്റവും ബലവാന്മാരായിരിക്കൊണ്ട് പക്ഷെ അവരെ തോൽപ്പിച്ച് ദേശം ഓടിച്ചു കളയുവാൻ എനിക്ക് കഴിവുണ്ടായിരിക്കും. നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, നീ ശപിക്കപ്പെട്ടവനെന്ന് ഞാൻ അറിയുന്നു എന്ന് പറയിച്ചു. അങ്ങനെ പറയിച്ചു, അല്ലേ?
അപ്പൊ വലിയൊരു കള്ളപ്രവചനം നടന്നു. അവിടെ പറയുന്നത് ശപിക്കപ്പെട്ടു അല്ലെ. ഇവിടെ കർത്താവ് ചൂണ്ടിക്കാണിക്കുന്ന രണ്ട് കാര്യങ്ങൾ, അതായത് കൊരിന്ത്യ സഭയെ ബുദ്ധിമുട്ടിലാക്കിയ വിഷയങ്ങളായിരുന്നു ഇവിടെ പറയുന്നത്. അതായത് 1 കൊരിന്ത്യർ നമ്മൾ വായിക്കുമ്പോ 5-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ, 5-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു. ഒരുത്തൻ തന്റെ അപ്പന്റെ ഭാര്യയെ കൊള്ളുന്നു പോൽ അത് ജാതികൾ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ. എന്നിട്ടും നിങ്ങൾ ചേർത്തിരിക്കുന്നു. ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല എന്ന് അവിടെ കാണുന്നു. 6-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം. അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പാൻ ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയംഭോഗികൾ, പുരുഷകാമികൾ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അല്ലെ. വിഗ്രഹം പാപമല്ല, അല്ലെങ്കിൽ വിഗ്രഹത്തെ ആരാധിക്കുന്ന പാപമല്ല എന്ന് ഒരു കൂട്ടം ലേബിൾഡ് ക്രിസ്ത്യാനികൾ പറയുന്നു അല്ലെ. അപ്പോ ലേബിൾഡ് ക്രിസ്ത്യാനികൾ പറയുന്ന ഒരു കാര്യം എന്താണ്? വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന തെറ്റില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ വിഗ്രഹ ആരാധികൾ ദൈവരാജ്യം അവകാശമാക്കുകയല്ല. ബാക്കി ദുർനടപ്പുകാർ, വ്യഭിചാരികൾ എന്നിവരെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പം 8-ാം അധ്യായം കൂടി നമ്മൾ വായിക്കുമ്പോൾ 8-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നു. വിഗ്രഹാരാധനകളുടെ കാര്യങ്ങൾ പറഞ്ഞാലോ നമുക്കെല്ലാവർക്കും അറിവുണ്ടെന്ന് നമുക്കറിയാം. അറിവോ ചീർക്കുന്നു, സ്നേഹമോ ആത്മീയ വർധന വരുത്തുന്നു എന്ന് 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. പ്രവൃത്തികൾ നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 15-ാം അധ്യായം 20 മുതൽ 29 വാക്യങ്ങൾ നമ്മൾ വായിക്കും. 20, 29 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, അവർ വിഗ്രഹ മാലിന്യങ്ങൾ, പരസംഗം, ശ്വാസം മുട്ടിച്ചത്, രക്തം എന്നിവ വർജിച്ചിരിപ്പാൻ നാം അവർക്ക് എഴുതണമെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. ഇപ്പൊ 29-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇവ വർജിച്ച് സൂക്ഷിച്ചു കൊണ്ടാൽ നന്നു ശുഭമായിരിപ്പിൻ. അപ്പൊ എന്താണ്? അപ്പൊ ഇത് വർജിക്കുന്നത് എന്താണ്? ശുഭമായിരിക്കും എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നു അല്ലെ. നിങ്ങൾക്ക് ശുഭമായ ജീവിതം കർത്താവായ യേശുക്രിസ്തു വരുമ്പോൾ എടുക്കപ്പെടും എന്നുള്ള കാര്യത്തെ കുറിച്ചാണ്. ഇതൊന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ അല്ലെ, അതാണ് അവരെ കുറിച്ചുള്ള കുറ്റം. പുറത്തു നിന്നുള്ള പീഡനങ്ങളെ സഭയെ നശിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോ എന്താണ്? സാത്താൻ സഭയെ അതിൽ തന്നെ മാലിന്യമാക്കുവാനായിട്ട് ശ്രമിച്ചു. അതെന്താണ്? വലിയൊരു അപകട അവസ്ഥ ആയിരുന്നു എന്നുള്ളതാണ് നമുക്ക് അതിനെക്കുറിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടുത്തെ പ്രധാന പ്രശ്നം എന്താണ്? വിഗ്രഹാരാധന, വിഗ്രഹാർപ്പിതം തിന്നുക, ദുർനടപ്പ് ആചരിക്കുക, അങ്ങനെ ഇടർച്ച വെപ്പാൻ. കാരണം ബിലിയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവരെന്താണ്? കള്ളപ്രവാചകന്മാർ അവിടെ ഉണ്ടായിരുന്നു അല്ലെ. ഇങ്ങനെ ദൈവത്തിൽ നിന്ന് പറഞ്ഞ ദൂതാണ് ഇതൊക്കെ വേണം അല്ലെ. വിഗ്രഹം വേണം, വിഗ്രഹത്തെ ആരാധിക്കാം, ദുർനടപ്പ് ചെയ്താൽ കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആളുകളെ എന്ത് ചെയ്തു? പറഞ്ഞ് തെറ്റിക്കുന്ന പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒക്കെ അവിടെ ഉണ്ടായിരിക്കാം അല്ലെ. സത്യത്തിൽ അങ്ങനെ ആയിരിക്കാം എന്നുള്ള കാര്യം നമുക്ക് നിരസിക്കാൻ കഴിയുകയില്ല. അപ്പൊ എന്താണ്? അവന്റെ താഴെ വായിക്കുന്ന, അവൻ നിക്കോലിവരുടെ ഉപദേശം കൈക്കൊള്ളുന്നവൻ എന്നവർ നിനക്കുണ്ട്, ആകയാൽ മാനസാന്തരപ്പെടുക, അല്ല ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിക്കോലിവരുടെ ഉപദേശം അല്ലെ. നിക്കോലിവരുടെ ഉപദേശം, അത് അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ നമ്മൾ ആ നിക്കോലിവരുടെ ഉപദേശത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ് അല്ലെ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ അവിടെയും അത് പറയുന്നുണ്ട് അല്ലെ. എങ്കിലും നിക്കോലിവരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. അപ്പോ ഈ പറയുന്ന നമ്മുടെ മുമ്പിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെയും തെറ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ടും പിന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ നമ്മുടെ ചുറ്റിലും നമുക്ക്
കാണാനായിട്ട് സാധിക്കുന്നു. അവരെന്ത് ചെയ്തില്ല, തിരുത്തിയില്ലെങ്കിൽ വളരെ ദോഷം അവർക്ക് വരും എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ദൈവവചനം വളരെ ശക്തമായിട്ട് പറയുന്നത്. അപ്പൊ ഇവ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. വളരെ വ്യക്തമായിട്ട് 16-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലേ? അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, മാനസാന്തരപ്പെടണം. കാരണം ഈ വക ചെയ്യുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. അല്ലെങ്കിൽ നിന്റെ രക്ഷയുടെ കാര്യം തീർന്നു, നരകത്തിലേക്ക് പോകും എന്നുള്ള കാര്യം 100% ഉറപ്പാണ് എന്നുള്ള കാര്യമാണ്. ഞാൻ വേഗത്തിൽ വന്ന് വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. വായിലെ വാളെന്ന് പറയുന്നത് ദൈവവചനമാണ്. അതുകൊണ്ട് വന്ന് പോരാടും എന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു, അല്ലെ? ദൈവവചനം മൂർച്ചയുള്ള വാള്. അപ്പൊ ആ വചനവുമായി വന്ന് പോരാടും എന്നുള്ള കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ. ആമേൻ.